ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് CUSAT MSc മാത്തമാറ്റിക്സിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന കോച്ചിങ്ങിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഇതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്പർ ഓഫ് നോൺ ട്രിവിയൽ സബ്സ്പേസ് ഓഫ് R3 over R ആണ്. R3 over R എന്ന് പറയുന്ന വെക്ടർ സ്പേസിൻ്റെ നോൺ ട്രിവിയൽ സബ്സ്പേസ് ആണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് എന്തറിയണം? ട്രിവിയൽ സബ്സ്പേസ് എന്താണെന്ന് അറിയണം. R3 ആണ് നമ്മളുടെ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ട്രിവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെക്ടർ സ്പേസിന്റെ ട്രിവിയൽ സബ്സ്പേസുകൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ആ സ്പേസ് തന്നെ അതിന്റെ ട്രിവിയൽ സബ്സ്പേസ് ആണ്. അതുപോലെ എന്താണ് സീറോ സ്പേസ്, അതുപോലെ ആ വെക്ടർ സ്പേസിലെ സീറോ എലമെന്റിനെ മാത്രം നമ്മളൊരു സെറ്റിൽ എഴുതി കഴിഞ്ഞാൽ ആ സെറ്റ് എന്ന് പറയുന്നത് ആ വെക്ടർ സ്പേസിന്റെ ഒരു ട്രിവിയൽ സബ്സ്പേസ് ആണ്. ഈ രണ്ട് ആൾക്കാരാണ് നമ്മൾ ട്രിവിയൽ സബ്സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞത് നോൺ ട്രിവിയൽ സബ്സ്പേസുകളാണ്. R3 over Rന്റെ നോൺ ട്രിവിയൽ സബ്സ്പേസുകളാണ്. ഇനി ഒരു സെറ്റ് ആർ, ഒരു വെക്ടർ സ്പേസ് ഉണ്ട് ബി എന്ന് പറയുന്നത്. ഇവിടെ നമ്മളത് R3 ആണ്. അതിന്റെ ഒരു സബ്സെറ്റ് ആണ് എസ് എന്ന് പറയുന്നത്. ഈ എസ് സബ്സ്പേസ് ആവാനുള്ള കണ്ടീഷൻ ആണ് ഒന്ന് സീറോ എലമെന്റ് എവിടെ ഉണ്ടാവണം? എസിൽ ഉണ്ടാവണം. ബിയുടെ സീറോ എലമെന്റ് എവിടെ ഉണ്ടാവണം? എസിൽ ഉണ്ടാവണം. അതുപോലെ എസിലുള്ള രണ്ട് എലമെന്റ്സുകൾ നമ്മൾ എടുത്താൽ അവരുടെ സമ്മ് x+y എന്ന് പറയുന്നത് എന്തുണ്ടാവണം? ആ എസിൽ ഉണ്ടാവണം. അതുപോലെ എന്താണ് സ്കാലാർ മൾട്ടിപ്പിൾ, മൂന്നാമത്തെ കാര്യം സ്കാലാർ മൾട്ടിപ്പിൾ എന്തുണ്ടാവണം? ആ സെറ്റിൽ ഉണ്ടാവണം. സ്കാലാർ മൾട്ടിപ്പിൾ, അതായത് ആ ഒരു വെക്ടർ എസ് എന്നൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടറിനെ നമ്മൾ സ്കാലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അല്ല അതിന്റെ എല്ലാ മൾട്ടിപ്പിൾസും എന്തുണ്ടാവണം? ആ എസിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആ സെറ്റിനെ എന്ത് ചെയ്യാം? സബ്സ്പേസ് ആണെന്ന് പറയാം. ഇനി നമ്മൾ ഇത് നോക്കുവാണ്, ഇവിടെ നമ്മളൊരു സീറോയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ എടുത്തു. അതിനുള്ള കാരണം എന്താ? സീറോ എലമെന്റ് അതിലുണ്ട്. അപ്പോൾ സീറോയിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ നമ്മൾ എടുത്തു. ഇനി ഈ ലൈന് R3 over Rന്റെ സബ്സ്പേസ് ആണോ നമ്മൾ നോക്കാൻ പോവാണ്. അപ്പോൾ ഈ ലൈനിൽ സീറോ എലമെന്റ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം നടന്നു. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ ഒരു വെക്ടർ ഞാൻ എടുക്കുന്നു. ആ വെക്ടറിനെ നമ്മൾ ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും എന്ത് വരും? അതിന്റെ വലിപ്പം കൂടുക മാത്രമേ ഉള്ളൂ. അത് പുറത്തേക്കൊന്നും പോകില്ല, വലിപ്പം കൂടുക മാത്രമാണ് ചെയ്യുക. സ്കാലാർ മൾട്ടിപ്പിൾ ഒക്കെ എന്താണ്? ഈ ലൈനിന്റെ മുകളിൽ തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് എന്താണ് അതിന്റെ സ്കാലാർ മൾട്ടിപ്പിൾ ഒക്കെ ആ ലൈനിൽ തന്നെയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ കാര്യം നടക്കും. ഇനി എന്ത് ചെയ്യാണ്? ഇവിടെയുള്ള രണ്ട് വെക്ടേഴ്സിനെ നമ്മൾ എടുത്തു. ഇവിടെയുള്ള ഒരു വെക്ടർ ഇത്, വേറൊരു വെക്ടർ എന്താണ്? ഇതേ ഡയറക്ഷനിൽ തന്നെയാണ്. വേറൊരു വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടാണ് വരിക, വലുതായിട്ടാണ് വരിക. അതും ഇവിടെ തന്നെയുണ്ട്, ആ ലൈനിന്റെ മുകളിൽ തന്നെയുണ്ട്. ഓക്കെ. അതുപോലെ ഈ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒന്നിങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നെറ്റ് എഫക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ മാഗ്നിറ്റ്യൂഡ് നോക്കിയിട്ട് നമ്മൾ കുറഞ്ഞു വരുന്ന രീതിയിൽ ഏതാണോ വലുപ്പം കൂടുതൽ ആ ഭാഗത്തേക്കാണ് എന്തുണ്ടാവും അതിന്റെ എഫക്ട്. പക്ഷെ ഇവിടെ പോകില്ല, ആ ലൈനിന് പുറത്തേക്ക് പോകില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലൈന് സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈന് എന്താണ്? R3 over Rന്റെ സബ്സ്പേസ് ആണ്. അങ്ങനെയാണെങ്കിൽ സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന ഒരു ലൈൻ മാത്രമല്ല ഉണ്ടാവുക, ഒരുപാട് ലൈനുകൾ ഉണ്ടാവും സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻ ഉണ്ടാവും. ഈ ലൈനുകളൊക്കെ എന്താണ്? R3 over Rന്റെ സബ്സ്പേസ് ആണ്. അപ്പോൾ എന്തുണ്ടാവും? നമ്മൾ ഈ ഓപ്ഷൻ നോക്കി എന്നിട്ട് ആ മാച്ച് ആവുന്ന ഒരു ആൻസർ ആര് മാത്രമേ ഉള്ളൂ? ഇൻഫിനിറ്റ് എന്ന് മാത്രമാണ്. അതായത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ലൈൻസ് നമുക്ക് സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന ലൈൻസ് നമുക്ക് പറയാൻ പറ്റും. എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എന്തുണ്ടാവും? നോൺ ട്രിവിയൽ സബ്സ്പേസുകൾ ഉണ്ടാവും. ഇനിയും ഉണ്ടാവും ആൾക്കാർ നമുക്ക് പറയാൻ പറ്റുന്ന സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന പ്ലെയിനും എന്താണ്? ഇതിന്റെ സബ്സ്പേസ് ആണ്. കാരണം അതിൽ സീറോ എലമെന്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എന്താണ്? അവിടെ ഏതൊരു വെക്ടർ എടുത്തിട്ട് അതിനൊരു സ്കാലാർ മൾട്ടിപ്പിൾ ഒക്കെ എന്തുണ്ടാവും? ആ പ്ലെയിനിൽ തന്നെ ഉണ്ടാവും. ഇവിടെ രണ്ട് വെക്ടേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും അത് എന്തുണ്ടാവും? ആ പ്ലെയിനിലാണ്. അപ്പോൾ സീറോയിലൂടെ പാസ് ചെയ്തു പോകുന്ന എല്ലാ പ്ലെയിനുകളും എന്താണ്? ഇതിന്റെ നോൺ ട്രിവിയൽ സബ്സ്പേസുകൾ തന്നെയാണ്. അപ്പോൾ എന്താണ്? ഇതിന്റെ ആൻസർ നോൺ ഇൻഫൈനൈറ്റ് ആണ് ഇതിന്റെ ആൻസർ. അടുത്ത ചോദ്യമാണ് വാല്യൂ ഓഫ് റൂട്ട് i എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് റൂട്ട് i എന്ന് പറയുന്നത്. ഇനി കോംപ്ലക്സ് നമ്പർ, ഇതിന്റെ ആൻസർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കോംപ്ലക്സ് നമ്പറിനെ കുറിച്ച് മനസ്സിലാക്കുക. കോംപ്ലക്സ് നമ്പർ a+ib എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ നമ്മൾ ഇങ്ങനെ എഴുതാറുണ്ട്. r × e⁻ ആണ് എഴുതാറുണ്ട്. ഈ r നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. r എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് a² + b² ആണ്. ഇനി തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? tan ഇൻവേഴ്സ് b/a എന്ന് പറയും. ഇതാണ് അതിന്റെ ഡെഫിനിഷൻ ഒക്കെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഈ കോംപ്ലക്സ് നമ്പർ i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 0 + i എഴുതേണ്ടി വരും ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ. അപ്പൊ ഇവിടെ എന്ത് വരും? r എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ക്വയർ റൂട്ട് ഓഫ് 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. ഇനി അതേപോലെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ഐയുടെ. അപ്പൊ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ i എന്ന് പറഞ്ഞാൽ എവിടെയാ വരിക? ഇവിടെയാണ് i എന്ന് പറയുന്നത് വരിക. i എന്ന് പറയുന്നത് ഐയുടെ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എന്ത് വരും? ടാൻ ഇൻവേഴ്സ് b/a എന്ന് പറഞ്ഞാൽ 1/0 എന്നാണ് വരിക. അപ്പോൾ എന്ത് വരും? ടാൻ ഇൻവേഴ്സ് ഇൻഫിനിറ്റി ആണ്. എന്ത് വരും? π/2 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് നോക്കിയിട്ട് തന്നെ പറയാം, ഇവിടെ എന്താണ്? π/2 ആണ് ഇതിന്റെ ആംഗിൾ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി. അപ്പൊ ഈ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും?
ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിനാ നമുക്ക് ഈ മോഡൽ എഴുതാൻ പറ്റും. എന്താണ് 1 ആണ് മാഗ്നിറ്റ്യൂഡ്, e⁻i × π/2 എന്ന് എഴുതാൻ പറ്റും. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ രണ്ട് കോംപ്ലക്സ് നമ്പർ എന്ത് ചെയ്യുന്നു, Z1 എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഉണ്ട്, നമ്മൾ ഇങ്ങനെ എടുത്തു, എന്താണ് R1 e⁻i⁵1 എന്ന് എടുത്തു. രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പർ Z2 എന്ന് പറഞ്ഞിട്ട് എടുത്തു, എന്താണ് R2 e⁻i⁵2 എന്ന് എടുത്തു. ഇനി നമ്മൾ ഈ രണ്ട് കോംപ്ലക്സ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യും. എന്ത് വരും, Z1 × Z2. Z1 × Z2 എന്ന് പറയുന്നത് എന്ത് വരും, R1 e⁻i⁵ × R2 e⁻i⁵ എന്ന് വരും. ഇവിടെ എന്ത് ചെയ്യാം, ഇത് രണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. R1 R2 എന്ന് വരും. e⁻i⁵1 × e⁻i⁵2 വരും. എന്ത് ചെയ്യാൻ പറ്റും, ഇത് രണ്ടും നമുക്ക് ഒരേ ബേസ് ആണ്, ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് വരും, R1 R2 e⁻i⁵1 പ്ലസ് 𝜃2 എന്നാണ് വരുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കോംപ്ലക്സ് നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡുകൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു, അതിന്റെ ആംപ്ലിറ്റ്യൂഡ് ആംഗിൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഇനി നമ്മൾ നോക്കേണ്ടത് √i എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു മീനിങ് എന്താണ്. √i എന്ന് പറഞ്ഞാൽ √iയുടെ വാല്യൂ നമ്മൾ എങ്ങനെ എഴുതുക, ഏതോ ഒരു കോംപ്ലക്സ് നമ്പറിന് അതേ കോംപ്ലക്സ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരെ കിട്ടുന്നുണ്ട്, ഐ കിട്ടുന്നുണ്ട്. ഓക്കെ, അതേ കോംപ്ലക്സ് നമ്പറോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആരെ കിട്ടുന്നുണ്ട്, ഐ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ, ഐ കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ട് കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആംപ്ലിറ്റ്യൂഡുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് കോംപ്ലക്സ് നമ്പറുകൾ ഉണ്ട്, സോറി രണ്ടല്ല, ഒരാൾ. ആ ഒരാൾ എന്ത് ചെയ്യുന്നു, അയാളെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അയാളുടെ ആംഗിള് പ്ലസ് എന്ത് ചെയ്യും, അയാളുടെ തന്നെ അതേ ആംഗിൾ തന്നെയായിരിക്കും. അപ്പോൾ അവർ രണ്ടുപേരും എന്ത് ചെയ്യും, ആഡ് ചെയ്യപ്പെടും. ഓക്കെ, ഇവിടെ ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഇതിന്റെ പകുതി ആയിരിക്കും എന്ത് നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് ഐ കിട്ടുന്നത് എങ്ങനെയാണ്, ഐ എങ്ങനെയാണ്, അതായത് √i എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ, റൂട്ട് കാണുവാന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുണ്ടാവും, ആരോ ഒരാൾ, അയാളെ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ആരെ കിട്ടണം, ഐ കിട്ടണം. ഓക്കെ, അങ്ങനെ ആയാലാണ് നമ്മൾ √i എന്ന് പറഞ്ഞിട്ട് ഇവരെ അതിന്റെ ആൻസർ ആയിട്ട് എഴുതും. അപ്പൊ അതേപോലെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിന്റെ ആംഗിൾ നമുക്ക് പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും, ഐയുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ π/2 ആണ്. അപ്പോൾ ഇവര് രണ്ടാളെന്ന് പറഞ്ഞാൽ ഒരാൾ തന്നെ, അയാളെ തന്നെ ഇപ്പുറം എഴുതി. അപ്പൊ രണ്ടാളുടെ ആംപ്ലിറ്റ്യൂഡ് സെയിം ആയിരിക്കും. ഇവരെ രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, രണ്ടിന്റെ ആംഗിൾ സെയിം ആയിരിക്കും. ആ രണ്ട് ആംഗിളുകൾ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അപ്പൊ സെയിം ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 90 ഡിഗ്രി കിട്ടുന്ന ആ ആംഗിൾ എന്തായിരിക്കും, π/4 ആയിരിക്കും. ഓക്കെ, ഇനി അതേപോലെ ഇവർക്ക് രണ്ടുപേർക്കും എന്തുണ്ടാവും, മാഗ്നിറ്റ്യൂഡ് ഉണ്ടാവും. ഇവർ രണ്ടുപേരുടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ആ രണ്ട് മാഗ്നിറ്റ്യൂഡ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടണം, 1 കിട്ടണം അല്ലെ. ഇവിടെ എന്ത് ചെയ്യണം, മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ എന്ത് ചെയ്യണം, 1 കിട്ടുന്നത്, അതായത് രണ്ടാള് ഒരേപോലെയുള്ള രണ്ടാള് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടുന്നത് ആരാണ്, 1 മാത്രമാണ്. ഒരേപോലെയുള്ള രണ്ടാള് മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടുന്നത് ആരാ മാത്രമാണ്, 1 മാത്രമാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ റൂട്ട് എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന് ഇങ്ങനെ എഴുതാൻ പറ്റും, 1 e⁻i × π/4 എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓയിലർ ഫോമിൽ വെച്ച് എക്സ്പാൻഡ് ചെയ്താൽ എന്ത് വരും, ഇവിടെ 1 ആണ്, എന്ത് വരും, cos π/4 പ്ലസ് i sin π/4. ഇവിടെ എന്ത് വരും, cos π/4 എന്ന് പറഞ്ഞാൽ 1/√2 പ്ലസ് i × sin π/4 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കേട്ടോ, 1 + i/√2. ഇതാണ് ഇതിന്റെ